വഖഫ് ബോർഡ് കൈയടക്കിയ ഗുരുവായൂർ ദേവസ്വം ഭൂമി തിരിച്ചുപിടിക്കാൻ ഹൈന്ദവ സംഘടനകൾ പ്രക്ഷോഭത്തിലേക്ക്. മലപ്പുറം പൊന്നാനിയിൽ കാഞ്ഞിരമുക്ക് തളി മഹാശിവക്ഷേത്ര ഭൂമിയാണ് വഖഫ് ബോർഡ് കൈക്കലാക്കിയത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം നിലനിന്നിരുന്ന ഭൂമി ഇപ്പോൾ ഇസ്ലാം മത പരിവർത്തന സ്ഥാപനമായ മൗനത്തുൽ ഇസ്ലാം സഭയുടെ കീഴിലാണ്. ക്ഷേത്ര ഭൂമി തിരിച്ചുകിട്ടാൻ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് പ്രത്യക്ഷ പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്നത്. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, കൂടുതൽ വിശദാംശങ്ങൾ. ഈ തളി മഹാദേവ ക്ഷേത്രം തിരിച്ചു കിട്ടാൻ ആവശ്യമായ നടപടികളുമായി തളി മഹാദേവ ആക്ഷൻ കൗൺസിൽ എന്ന പേരിൽ ഒരു സമിതി രൂപീകരിച്ച് ഹൈക്കോടതിയൊക്കെ സമീപിച്ചിരുന്നു നേരത്തെ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രത്യക്ഷ പ്രക്ഷോഭങ്ങളുമായിട്ട് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകാൻ പ്രദേശത്തെ ഹൈന്ദവ വിശ്വാസികളായ ആളുകളൊക്കെ ഒത്തുചേർന്ന് തീരുമാനം എടുത്തിരുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം പിന്നീട് അന്യാധീനപ്പെട്ടു പോവുകയും അത് വഖഫ് ബോർഡ് കൈവശപ്പെടുത്തുകയും പിന്നീട് മുസ്ലിം മതപരിവർത്തന കേന്ദ്രമായിട്ടുള്ള മൗനത്തുൽ ഇസ്ലാം സഭയുടെ അധീനതയിലാവുകയും ചെയ്യുകയായിരുന്നു. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും വ്യാപകമായി അവിടെ നടന്നിരുന്നു. പക്ഷേ ഈ സർക്കാർ സംവിധാനങ്ങളുടെയും പഞ്ചായത്ത് അധികൃതരുടെയും ഒക്കെ ഒത്താശയോട് കൂടിയിട്ട് അവിടെ ആ ക്ഷേത്രം നിന്ന സ്ഥലത്ത് മൗനത്തുൽ ഇസ്ലാം സഭയുടെ ഒരു കെട്ടിടം നിർമ്മിക്കുകയും അത് പ്രവർത്തനം ആരംഭിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിലാണ് പ്രത്യക്ഷ പ്രക്ഷോഭത്തിലേക്ക് കടക്കാൻ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ തീരുമാനമായിരുന്നത്. 1900 തുടക്കത്തിൽ വരെ ക്ഷേത്രമായി നിലകൊള്ളുകയും 1990 വരെയൊക്കെ ക്ഷേത്രാവശിഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഭൂമി പിന്നീട് മതിലൊക്കെ കെട്ടി തിരിച്ച് അത് വഖഫ് ബോർഡ് കൈവശപ്പെടുത്തുകയും ആ ക്ഷേത്രത്തിന്റെ എല്ലാ അവശിഷ്ടങ്ങളും പൂർണ്ണമായും ഇല്ലാതാക്കുകയും കുഴിച്ചുമൂടുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അവിടെ ഒരു കെട്ടിടം നിർമ്മിച്ച് ഇസ്ലാം മതപരിവർത്തന കേന്ദ്രമായിട്ടുള്ള മൗനത്തുൽ ഇസ്ലാം സഭ അവരുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ക്ഷേത്രം തിരിച്ചു കിട്ടാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് തളി മഹാദേവ ആക്ഷൻ കൗൺസിലും ഹിന്ദു ഐക്യവേദിയും പറയുന്നത്. നേരത്തെ തന്നെ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് സമീപിക്കുകയും ഹർജി ഫയൽ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീടാണ് ഇപ്പോൾ പ്രത്യക്ഷമായ സമരത്തിലേക്ക് കടക്കാൻ വേണ്ടി ഈ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ വിവിധ ഹൈന്ദവ സംഘടനകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ രീതിയിൽ സമരത്തിലേക്ക് കടക്കാൻ വേണ്ടി നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീരുമാനമായിട്ടുള്ളത്. വളരെയധികം ചരിത്രപരമായ പാരമ്പര്യമൊക്കെ ആ ക്ഷേത്രത്തിനുണ്ട്. തൊട്ടടുത്ത ക്ഷേത്രത്തിലേക്കുള്ള താലപ്പൊലി വിളക്കൊക്കെ ഈ ക്ഷേത്രത്തിനകത്ത് നിന്നായിരുന്നു നേരത്തെ എടുത്തിരുന്നത്. പിന്നീട് ഈ മതിലൊക്കെ കെട്ടി മൗനത്തുൽ ഇസ്ലാം സഭയുടെ നേതൃത്വത്തിൽ അവർ കൈവശപ്പെടുത്തിയതിനു ശേഷം ആ ആചാരം പോലും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അവിടെയുള്ള ഭക്തജനങ്ങളിൽ വലിയ രീതിയിൽ വികാരം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ രീതിയിൽ ജനങ്ങളുടെ ജീവിതത്തിലേക്കും വിശ്വാസത്തിലേക്കും ഒക്കെ വഖഫ് ബോർഡിന്റെ കടന്നുകയറ്റം അവരെ വല്ലാതെ വ്യാകുലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെ തുടർന്നാണ് ഈ ക്ഷേത്രഭൂമി തിരിച്ചു കിട്ടണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കാൻ നാട്ടുകാർ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മുന്നോട്ടേക്ക് വരുന്ന ഒരു വഴി. ശരി, ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.